അവന്റെ അറിവായതിനു ശേഷം ഇതുവരെ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. അവൻ കുടുംബം നോക്കി പോവുകയായിരുന്നു. എന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ലാണ് എനിക്ക് പോയത്. ഈ അച്ഛന്റെ വിലാപം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു തെറ്റും ചെയ്യാതെ ഗാനമേളയ്ക്ക് നിന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയ ശരത്ത് ഉപദ്രവിക്കരുതേ എന്ന് നാട്ടുകാരെ വിളിച്ചപ്പോൾ ഉണ്ടായ ദാരുണമായ കൊലപാതകമാണ്. എല്ലാം കഴിയുമ്പോ എല്ലാം പോയി. ഒരു പണിക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളൊക്കെ വീട്ടിൽ ജോലിക്ക് 2-3 വീട്ടിൽ പോയാലും എന്റെ മക്കളെ പഠിപ്പിച്ചതും ആരായാലും ഭക്ഷണമായാലും അവരൊക്കെ തരണതും തുണിയായാലും ഇപ്പൊ ഇടാതെ 2 ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ട് പോയി. അങ്ങനെ എല്ലാരും ഹെൽപ്പ് ചെയ്താണ് നമ്മൾ വളർന്നത്. പിന്നെ എന്റെ മോൻ കുറച്ച് സ്വന്തമായിട്ട് വീട്ടിൽ കൊച്ചു പിള്ളേര് ചോറ് കൊണ്ടുപോകും പോലെ പാത്രത്തിൽ പൊതിച്ചോറ് കൊണ്ടുപോയാണ് കഴിക്കണം. പിന്നെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചാലും വീട്ടിൽ കൊണ്ടുവച്ച് എല്ലാരും ഒരുമിച്ച് കഴിക്കുന്നതാണ് അവന് ഇഷ്ടം. നമസ്കാരം, മലയാളി വാർത്തയ്ക്ക് സ്വാഗതം. തിരുവനന്തപുരം മലയൻകീഴ് 25-കാരനായ യുവാവിനെ ബിയർ കുപ്പി കൊണ്ട് കുത്തി കൊലപ്പെടുത്തിയ സംഭവമാണ് ഇന്ന് മലയാളി വാർത്ത ചർച്ച ചെയ്യുന്നത്. അച്ഛാ നമസ്കാരം. അന്ന് എന്താണ് ഉണ്ടായത്? ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ ഒരാഴ്ചയോട്ട് പോയിട്ട് രാത്രി 10 മണിയോടെ ഞാൻ വീട്ടിലെത്തി. വീട്ടിലെത്തിയിട്ട് ഞാൻ എവിടെ പോയെന്ന് ചോദിച്ചു. ഗാനമേള കേൾക്കാൻ പോയെന്ന് പറഞ്ഞു. ഗാനമേള കേട്ടപ്പോൾ ഞാൻ അവൻ്റെ അമ്മയോടെ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു. അപ്പോൾ പറഞ്ഞ് 2 പാട്ട് കൂടെ കേട്ടിട്ട് അവ എത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞത്. ഇതിനിടയിലാണ് തടത്തിൽ ഞാൻ അപ്പോഴും പിന്നീടാണ് അറിയുന്നത്. ഞാനിത് അറിയണം, അവിടെ അടി നടന്നത് ഈ കാര്യങ്ങൾ അറിയണത് രാത്രി 12-12:15 ഈ സംഭവം അറിയണത്. അറിഞ്ഞെന്ന് പറഞ്ഞാൽ രാജേഷ് ശംഭു എന്ന് വിളിക്കുന്ന രാജേഷിനെ ഇവര് മർദ്ദിക്കുകയും എന്നുവെച്ചാൽ അരുണും അനീഷും ഈ സോളമനും ഒക്കെ ചേർന്ന് 3 പേരാണ് പ്രതികൾ അല്ലെ? പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത 3 പ്രതികൾ. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 3 പ്രതികൾ. ഈ 3 പ്രതികളും കൂടെ മർദ്ദിച്ച് സോളമൻ പിന്നെ അരുണും അവര് മർദ്ദിച്ച് രാജേഷിനെ അവശനാക്കുകയും ആ രാജേഷ് വേറൊരു പയ്യന്റെ ചെന്ന് പറയുകയും ആ പയ്യൻ ബാക്കിയുള്ളവരെ വിളിച്ചു പറയുകയൊക്കെ ചെയ്താണ് എന്റെ മോൻ ഗാനമേള കേട്ടോണ്ടിടത്തുനിന്ന് വരുന്നത്. വന്ന് ഒരു നാട്ടുകാരായതുകൊണ്ട് ചെന്ന് സംസാരിക്കുകയും ആ ഇടയ്ക്കാണ് എന്റെ മോനെ ശരത്തിനെ പിടിച്ചു പൂട്ടിട്ടു. ആരാണ് പിടിച്ച് പൂട്ടിട്ട്? സോളമൻ ഇത്തിരി കളരിയും കാര്യങ്ങളും ഒക്കെ അറിയാന്നുള്ളതാണ്. അവിടെ കളരി സംഘം ഉണ്ട്. അവൻ പിടിച്ച് പൂട്ടിട്ട് വച്ചു കൊടുത്ത ശേഷമാണ് ഈ അരുൺ DS എന്ന് പറയുന്ന പയ്യൻ കുത്തി ആ സ്ഥലത്ത് വെച്ച് തന്നെ എന്റെ മോൻ തക്ഷണം മരിക്കായിരുന്നു പോയി. അതിനുശേഷം അവൻ വേറൊരു പയ്യനെ പിടിച്ചു വെച്ചു കൊടുത്ത് കുത്തി വയറ് കയറി അവന്റെ കുടല് വെളിയിൽ ചാടി. അതാരാണ്? അത് ആദർശം. കുടല് വെളിയിൽ ചാടി അവനിപ്പോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. ഇന്നലെയാണ് എന്റെ മോൻ മരണപ്പെട്ട വിവരം അവൻ അറിയുന്നത്. അവൻ അതിനുശേഷം അവിടെ വയലന്റായി നിൽക്കുകയാണ്. അപ്പൊ അതാണ് അവസ്ഥ. വേറെ ഒന്നും. ഈ അമ്പലത്തിന്റെ ഉത്സവം കഴിഞ്ഞ ഉത്സവം നടത്തി മറ്റുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് അമ്പലവുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ നിന്ന സാഹചര്യത്തിൽ മുമ്പ് മൈക്ക് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നീ വെക്കില്ലല്ലോടാ മൈക്ക് എന്ന് പറഞ്ഞിട്ട് നീ മൈക്ക് വെച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നിന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ, ശരിയാണോ? കഴിഞ്ഞ തവണ അമ്പലത്തിൽ ഉത്സവം നടത്തിയതിൽ അവര് ക്ഷേത്ര അമ്പല കമ്മിറ്റി കുറെ ഭാഗം അലങ്കരിക്കാതെ വിടുന്ന ഭാഗത്ത് എല്ലാ ക്ഷേത്രങ്ങളിലും ചെറുപ്പക്കാരായിട്ടുള്ളവർ ബാക്കിയുള്ള ഭാഗങ്ങൾ ചെയ്യാറുണ്ട്. ഇവിടെയും അങ്ങനെ ഈ കുടുംബത്തിലുള്ള പിള്ളേർ ഈ ക്ഷേത്ര കുടുംബമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്ഷേത്രമാണ് അല്ല കുടുംബക്ഷേത്രമാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ അലങ്കാരം നടത്തിയത്. അന്ന് അലങ്കാരം നടത്തുമ്പോൾ വേറെ ഒരു പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തവണ ഈ പ്രശ്നം ഉണ്ടാവുന്നത് അലങ്കാരമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കഴിഞ്ഞ അലങ്കാരമായിട്ട് ഒരു ബന്ധവുമില്ല. ഉത്സവം അവിടെ നടക്കാൻ പോകുന്നത് ഏപ്രിൽ മാസത്തിലാണ്. എന്നാൽ മറ്റുള്ള വാർത്തകൾ ചർച്ച ചെയ്യുന്നത് വെച്ചാൽ മയക്കുമായി ബന്ധപ്പെട്ട അത് ശരിയല്ല അല്ലേ? ഇത് എല്ലാ ചാനലും ഒരുപോലെ അല്ലല്ലോ പറയുന്നത്. എന്റെ മനോഹര യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതാണ്. ക്ഷേത്രത്തിൽ ഇപ്പൊ ഏപ്രിലാണ് ഉത്സവം നടക്കാൻ പോകുന്നത്. ഞാനിപ്പം എനിക്ക് അതിനെ ബാക്കി ക്ഷേത്രമായിട്ട് ഇപ്പൊ അടുത്ത എന്തൊരു തർക്കമാണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ തവണ ഇതുപോലെയാണ് അലങ്കരിച്ച ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് രാജേഷും ഈ അരുണും എന്നൊക്കെ പറയുന്നത്. അവന്റെ ഈ അരുണിന്റെ വീട് 2 നിലയാണ്, മറ്റേ എന്റെ വീട് 1 നിലയാണ്, താഴെയാണ്. മേലേക്കറിയുന്ന ഇവരെപ്പോഴും കാണാം. ആ വൈരാഗ്യവും ബുദ്ധിയുമാണ് അവര് അക്രമത്തിലേക്ക് പോയത്. അതിനിടയിൽ എന്റെ മോനെ വിളിച്ചു വരുത്തി ഗൂഢാലോചനയുടെ ഫലമായി എന്റെ മോനെ
പിടിച്ചു വെച്ചു കൊടുത്ത് കൂടെ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്റെ മോനെ പിടിച്ചു വെച്ച് കുത്തി. ഇപ്പോൾ താങ്കൾ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് ഉന്നയിക്കുന്നുണ്ടല്ലേ? ഉന്നയിക്കുന്നുണ്ട്. എനിക്ക് ബലമായ സംശയമുണ്ട്. ബലമായ ആ കാര്യത്തിൽ സംശയമുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ പിടിച്ചു വെച്ചു കൊടുത്ത് കുത്തേണ്ട കാര്യമില്ല. പിടിച്ചു വെക്കാറുള്ള ഈ കുത്ത് എങ്ങനെ വന്നാലും പോറലും ചെറിയ മുറിവും ഒക്കെ വരും. എന്റെ മോൻ മരണപ്പെടില്ല. ഇത് മറ്റേ പയ്യനെ ആദർശൻ എന്ന പയ്യനെ പിടിച്ചു വെച്ചാണ് കുത്തിയത്. കുത്തി കുടൽ പിടിച്ചാല് കുടല് പൊക്കി വീഴുന്ന അവന്റെ അച്ഛൻ ഇവിടെ വന്ന് എന്നെ കണ്ടു. അപ്പൊ ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് കുടലും പൊത്തിട്ടുണ്ട്. ഇതാണ് അവൻ ജീവിക്കരുത് എന്ന് കരുതി കണക്കൂടി തന്നെ ചെയ്തത്. തീർച്ചയായിട്ടും എന്റെ മോൻ എന്നെ സംബന്ധിച്ചോളം അവന് സ്വന്തമായി അധ്വാനിച്ച് അവൻ ആരെയും പറ്റി ഈ നാട്ടിലറിയാം. അവൻ സ്വന്തമായി ശരത്തിനെ കുറിച്ച് അന്വേഷിച്ചു. ഇവിടെ ഉള്ള ആരും ഇച്ചിപ്പോന്ന് പറയുന്നില്ല അയാളെ. അവൻ ആരോടും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. എന്നിട്ട് അവൻ സ്വന്തമായി അധ്വാനിച്ചാണ് അവൻ ഓരോ കാര്യങ്ങളും വാങ്ങിച്ചുള്ള. അച്ഛനെ അമ്മേനെ തൊഴിലെന്തായിരുന്നു? അവൻ വെൽഡിങ്ങിന്റെ പണിക്ക് പോവും, ടൈൽസിന്റെ പണിക്ക് പോവും, ഇലക്ട്രീഷ്യന്റെ വർക്കുണ്ട്, അത് പ്ലംബിങ്ങിന് പോവും. ആരെങ്കിലും വണ്ടി ഓടാൻ വേണ്ടി വിളിച്ചാൽ വണ്ടി ഓടാനും പോവും. അവന് ഒരിക്കലും അവന് ഒരു അസുഖമില്ല. അവന് സുഖം ഉണ്ടെങ്കിൽ അവൻ ഒരു ജോലിക്ക് പോകാൻ അവന് മടിയില്ല. അവൻ പോവും. അവൻ അധ്വാനിച്ചതിന്റെ ഫലമായി അവൻ 25 വയസ്സിനകത്ത് അധ്വാനിച്ചതിന്റെ ഫലമായി ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. അവൻ സ്വന്തമായി ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു മൊബൈൽ ഫോൺ ആയാലും എല്ലാ മക്കളെ പോലെ എല്ലാവരും പറയുമ്പോൾ എനിക്ക് അമ്മ 5000 തരണം, 10,000 തരണം, അച്ഛൻ തരണം, അങ്ങനെയൊന്നുമില്ല. അവൻ ഞങ്ങളെ ഇതുവരെ അവന്റെ 60-ന് ശേഷം ഇതുവരെ ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല. അവൻ കുടുംബം നോക്കി പോവുകയായിരുന്നു. എന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നട്ടെല്ലാണ് എനിക്ക് പോയത്. ഈ അച്ഛന്റെ വിലാപം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു തെറ്റും ചെയ്യാതെ ഗാനമേളയ്ക്ക് നിന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയ ശരത്ത് ഉപദ്രവിക്കരുതേ എന്ന് നാട്ടുകാരെ വിളിച്ചപ്പോൾ ഉണ്ടായ ദാരുണമായ കൊലപാതകമാണ്. ഇപ്പോൾ 4 അംഗ സംഘമാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത്. അതിൽ 3 പേരെ മലയങ്കരി പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിച്ചിട്ടുണ്ട്. 3 പേരാണ് ഈ കുത്തോണ്ടൂർ എന്റെ പറഞ്ഞത്. ബാക്കി പോലീസിന്റെ കൂടെ SK ഹോസ്പിറ്റലിൽ വെച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 4 പേരുണ്ടെന്നാണ്. അത് 4 ഉദ്യോഗസ്ഥരാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതുമായിട്ട് ഞാൻ വീട്ടിൽ വന്ന ഇരുന്നു. ഒരു ഫോൺ കോൾ വന്നു. അപ്പോൾ പറഞ്ഞു എന്റെ മോൻ വീട്ടിൽ ഉണ്ടാകുന്നിട്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ വേറൊരു പയ്യനെ വിളിച്ചപ്പം പറഞ്ഞ് മാമ ഇതുപോലെ SK ഹോസ്പിറ്റലാണ്, അരുൺ BS ഞങ്ങളെല്ലാം കുത്തി ഞങ്ങൾ SK ഹോസ്പിറ്റലാണ്, മാമ ഓടി വാന്ന് പറഞ്ഞാണ് ഞാൻ അടുത്തൊരു എന്റെ വണ്ടി വിളിച്ചാണ് ഞാൻ SK ഹോസ്പിറ്റലിൽ എത്തുന്നത്. പകൽ ചെന്നപ്പം തന്നെ എന്നെ മലയൻ സ്റ്റേഷനിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ സംഭവം അറിഞ്ഞില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ പറയാമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അതിനുമ്പ് തന്നെ അവിടെ ഉദ്യോഗസ്ഥരെത്തി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഞാൻ എന്നെ മോനെ കാണണമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് കാണാൻ പറ്റില്ല, കണ്ടില്ല. മരണപ്പെട്ടു പോയതുകൊണ്ട് തന്നെ അവർ കാണിച്ചില്ല. അങ്ങനെ പോയതാണ്. എന്റെ കുടുംബത്തിലെ ഏറ്റവും വലിയ എന്റെ നട്ടെല്ലാണ് പോയത്. അവൻ പൈസ ജോലിക്ക് പോയാൽ വീട്ടിൽ ചിലവുള്ള പൈസ കൊണ്ട് കൊടുക്കും. അവൻ സേവ് ചെയ്ത് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോയതാണ്. ഒരു മദ്യപാനോ നിങ്ങൾ നാട്ടിൽ തിരക്കി അറിയാം. ഞാൻ പറയുന്നത് അച്ഛനെന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതല്ല, ഈ നാട്ടിൽ തിരക്കി അറിയാം. അവര് മദ്യപാനോ ഒരു ഷാമ്പോ സിഗരറ്റോ ഇങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളും അവൻ ഉപയോഗിക്കാറില്ല. അവൻ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് വിട്ടിട്ട് കയറിയാൽ അവൻ രാവിലെ ജോലിക്ക് പോയാൽ അവൻ ചോറ് കാപ്പി കൊണ്ടുപോകും, ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകും, എല്ലാം കൊണ്ട് അവൻ പുറത്തുനിന്ന് പോലും ഒരു ഒന്നുമില്ല. അവൻ ഒരു പൈസ അമിതമായി ചെലവാക്കുന്നത് വരെ ഞാൻ ചെലവാക്കിയാലും അച്ഛൻ എന്തിനാണ് അത്രയും ചെലവാക്കി ഇത്ര രീതിയിൽ കുടുംബം നോക്കിപ്പോയ ഒരു പയ്യനാണ്. എനിക്ക് കുടുംബത്തിന്റെ എന്റെ അത്താണ്, എന്റെ നട്ടല്, അവനെ എനിക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് ഈ കേരള സർക്കാരിനോട് പറയാനല്ലെങ്കിൽ പോലീസിനോട് പറയാൻ എനിക്ക് നീതി കിട്ടണം. തേച്ച് മാച്ച് പോകാൻ പാടില്ല. സത്യസന്ധമായ നീതി പോലീസ് അന്വേഷണം കണ്ടുപിടിക്കണം. പോലീസ് അന്വേഷണം നടത്തി സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി എനിക്ക് നിയമത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അച്ഛൻ ഇപ്പോൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മലയങ്കീഴ് പോലീസിന്റെ അന്വേഷണം ഊർജ്ജമാക്കി 4ാമത്തെ പ്രതിയെ ഉടനടി അറസ്റ്റ് ചെയ്ത് എനിക്ക് തന്നെ അച്ഛന് തികച്ചും നീതി കിട്ടണം. അവൻ സ്വന്തമായിട്ട് സേവ് ചെയ്ത് അവൻ ബൈക്കും കാറും എല്ലാം വെഞ്ച് വീട്ടില് പൈസ തന്നിട്ട് പോകും. അമ്മേന് കുറച്ചു നാളും കൂടി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഈ കടമൊക്കെ തീർന്നിട്ട് പോകണ്ടാന്ന്. പിന്നെ എന്റെ ഒരു മോൾ അയച്ചു, അതിന്റെ കടവും കുറച്ചുണ്ടായിരുന്നു. ഒരു മോള് BAക്ക് 2ാമത്തെ വർഷം പഠിക്കുന്നു. മോൻ ആരെങ്കിലും ഭയക്കുന്നതായിട്ട് ഇന്നൊരു അമ്മയോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, എല്ലാ കാര്യവും പറയും. അങ്ങനെ ഭയമായിട്ടൊന്നും പറയൂല. നല്ല തൻ്റെടായിട്ട് നിൽക്കും. പക്ഷെ ആരെയും അങ്ങനെ ഒന്നും പറയാനും പോവില്ല. മോനെ കരുതി കൂട്ടി കൊലപ്പെടുത്താൻ നമ്മൾ സംശയിക്കുന്നുണ്ടോ? സംശയം അല്ലാതെ ഇങ്ങനെ കയ്യെ പുറകെ കെട്ടിയിട്ട് കുത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്തോ കരുതലായിട്ട് അവൻ കാറൊക്കെ എടുത്തപ്പോഴും എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. പെട്ടെന്ന് ഉയർന്നപ്പോൾ ഉണ്ടായ സംശയമാണോ?
ഓ അതായിരിക്കും. മണ്ണൊക്കെ എവിടെ ഇറക്കിയപ്പോ തന്നെ എല്ലാവർക്കും ഇറക്കണോണ്ട് അവന് കോൺക്രീറ്റ് ചെയ്ത് കാർ അവന്റെ നടയിൽ കയറ്റണമെന്നാണ് അവന്റെ ആഗ്രഹമായിരുന്നു. അപ്പോഴേ എല്ലാവർക്കും മനസ്സിലുണ്ടായിരുന്നു കാണും പക. പക്ഷെ ആരും പുറത്ത് ഒന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇത്രയും കുത്തി കൊല്ലും, അടി നടക്കണമെന്ന് പറഞ്ഞപ്പോ കുത്തി കൊല്ലുമെന്ന് നമുക്ക് ഇങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എവിടെയൊക്കെ പരാതി കൊടുത്തോമാ നിങ്ങള്? ഞാൻ ഒരിടത്തും പോയില്ല. ഞാൻ അറിഞ്ഞത് തന്നെ 4 മണിക്ക് ശേഷമാണ് എന്റെ മോൻ മരിച്ചു പോയി എന്നുള്ളത് ഞാൻ അറിയണത്. 4 മണിക്ക് 12 മണിക്ക് ഇതുപോലെ അടി നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് പരിപാടി ഗാനമേളം നടന്നെടുത്തായിരുന്നു. അവൻ കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കും, അങ്ങനെ വല്ല ആയിരിക്കുന്നു. 10:30 ഞാൻ വിളിച്ച്. അവൻ പറഞ്ഞു അമ്മ കഴിച്ചിട്ട് കിടന്നു, ഞാൻ 2 പാട്ട് കൂടി കേട്ടിട്ട് വരാമെന്ന്. അത് കഴിഞ്ഞ് ഇവിടെ 12 മണിക്ക് ഫോൺ കോൾ വന്നപ്പോ അവന്റെ ഫോണിൽ വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പം ഓരോരുത്തർ പറയുന്നതെന്ന് വെച്ചാ അവരടുത്ത് നിന്നാണ് അവൻ ഡാൻസ് കളിച്ചോണ്ട് നിന്നത്. ഫോൺ കോൾ വന്നപ്പോ അവിടെ നിന്ന് ഓടി. പിന്നെ ഫോൺ കോൾ എന്താണെന്ന് ഏതാണെന്ന് ഒന്നും തന്നെ അറിഞ്ഞൂടാ അല്ലേ? അവര് പറയുന്നത് വെച്ചാ ഇവിടെ അടി നടന്നു എന്നാണ് ഫോൺ വിളിച്ചത്. അപ്പൊ എല്ലാരും ഇങ്ങനെ പിറകെ വന്നു. ബൈക്കിൽ വന്നവര് മുമ്പേ എത്തി, നടന്നു വന്നവര് പിന്നിലായിപ്പോയി. അവര് വന്നപ്പോ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. റോഡിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടതെന്ന്. അതിൽ ഞാൻ അറിഞ്ഞത് 4:30. അമ്മയുടെ വലം കൈ പോയല്ലേ? വലം കൈയും പോയി, എല്ലാം പോയി. ഒരു പണിക്കൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മക്കളൊക്കെ വീട്ടിൽ ജോലിക്ക് 2-3 വീട്ടിൽ പോയാലും എന്റെ മക്കളെ പഠിപ്പിച്ചതും ആരായാലും ഭക്ഷണമായാലും അവരൊക്കെ തരണതും തുണിയായാലും ഇപ്പൊ ഇതാ 2 ഷീറ്റൊക്കെ കൊണ്ടുവന്ന് വിരിച്ചിട്ട് പോയി. അങ്ങനെ എല്ലാരും ഹെൽപ്പ് ചെയ്താണ് നമ്മൾ വളർന്നത്. പിന്നെ എന്റെ മോൻ കുറച്ച് സ്വന്തമായിട്ട് വീട്ടിൽ കൊച്ചു പിള്ളേര് ചോറ് കൊണ്ടുപോകും പോലെ പാത്രത്തിൽ പൊതിച്ചോറ് കൊണ്ടുപോയാണ് കഴിക്കണം. പിന്നെ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചാലും വീട്ടിൽ കൊണ്ടുവച്ച് എല്ലാരും ഒരുമിച്ച് കഴിക്കുന്നതാണ് അവന് ഇഷ്ടം. ഈ അമ്മയുടെ കണ്ണീര് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 3 നരാധമന്മാര് കാണണം. സോളമൻ, അരുണും അനീഷും ഈ അമ്മയുടെ കണ്ണീര് കാണണം. ഒന്ന് വിട്ടുകൊടുത്തുവെങ്കിൽ അല്പ ശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നോക്കിയെടുത്താനല്ലേ ശരത്തിന്? കൈകാലം അടിച്ചിരുന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ മോളെ വീട്ടിലൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ മൊത്തം കൊന്നായിരുന്നു. അങ്ങനെ കുത്തി മരിക്കായിരുന്നു അറിഞ്ഞത്. എല്ലാരും എന്റെ അടുത്ത് പറഞ്ഞു കയ്യിലാണ് കുത്തിയെന്ന്. ഞാൻ ഇന്നാണ് അറിയുന്നത് കരളിന്റെ ഭാഗത്തും നെഞ്ചിലാണ് കുത്തിയെന്ന്. എന്നോട് ആരും പറഞ്ഞില്ല. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായി. ഞാൻ എനിക്ക് പോകാനും പറ്റാത്തത് കൊണ്ട് ഞാൻ എന്റെ മക്കളെ ഇപ്പോഴും ഇനി കുറച്ചു നാളും കൂടി കടമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ജോലിക്ക് പോകണ്ട, ഞാൻ കൊണ്ട് തരുന്നത് മതി എന്നും പറഞ്ഞാൽ എന്റെ മക്കൾ കരുതിയിരിക്കും. സംഭവ സ്ഥലത്ത് നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തോടൊപ്പം ന്യൂസ് റിപ്പോർട്ടർ ഷിയ പ്രസാദ്.